മഹാലക്ഷ്മീ നമസ്തുഭ്യം. നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം. നമസ്തുഭ്യം ദയാനിധേ. ആത്മഭാവങ്ങളെ, പുരാണങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ വിജയലക്ഷ്മി ശാപം. പ്രിയരെ, അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മി ബ്രഹ്മാവിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു. ഒരിക്കൽ കേശസംരക്ഷണത്തിൽ അവൾ അശ്രദ്ധ കാണിച്ചു. ഇത് ബ്രഹ്മദേവനെ കുപിതനാക്കി മാറ്റി. നീ രാവണന്റെ ഗോപുരം കാവൽക്കാരിയായി മാറട്ടെ എന്ന് ബ്രഹ്മദേവൻ അവളെ ശപിച്ചു. ഭയന്നുപോയ ദേവി വിനയപൂർവ്വം ബ്രഹ്മദേവനോട് തനിക്ക് ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു. വിഷ്ണു ഭഗവാൻ ശ്രീരാമാവതാരം സ്വീകരിക്കുന്ന കാലത്ത് രാവണൻ രാമപത്നിയായ സീതാദേവിയെ അപഹരിക്കും. അന്ന് സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ എന്നൊരു വാനരശ്രേഷ്ഠൻ ലങ്കയിലെത്തും. അവനെ നീ തടഞ്ഞു നിർത്തുമ്പോൾ അവൻ നിന്നെ അടിച്ചു വീഴ്ത്തും. അന്ന് നീ ശാപവിമുക്തിയായിത്തീരും. അപ്പോൾ നീ ഇങ്ങോട്ട് പോരുക എന്ന് ബ്രഹ്മദേവൻ വിജയലക്ഷ്മിയോട് പറഞ്ഞു. ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് വിജയലക്ഷ്മി ലങ്കാലക്ഷ്മി എന്ന പേരിൽ ലങ്കയിൽ ജന്മം കൊണ്ടു. അവൾ രാക്ഷസേശ്വരനായ രാവണന്റെ ഗോപുരം കാവൽക്കാരിയായി മാറി. സീതാന്വേഷണാർത്ഥം ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേരുകയും ബ്രഹ്മദേവന്റെ അരുളപ്പാടുപോലെ ഹനുമാന്റെ അടിയേറ്റ് ശാപമോക്ഷം നേടുകയും ചെയ്തു. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.